ഇന്ന് നമുക്കൊരു 4 ബാത്റൂമിൻ്റെ ഫിറ്റിങ്സാണ് ചെയ്യാനുള്ളത്. 4 ക്ലോസറ്റ്, വാഷ് ബേസിന്, പിന്നെ മറ്റുള്ള ഐറ്റംസ്. ബാത്റൂമിനകത്തുള്ള ഒരുപാട് ഫിറ്റിങ്സുകളുണ്ടല്ലോ, ടവൽ റാഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്താണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. 4 ബാത്റൂമും സെയിം ആണ്, അതായത് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചാണ്. പിന്നെ ഡൈവേർട്ടറാണ് വന്നിരിക്കുന്നത്, ഷവറ്, സ്പൗട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇതെല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് 4 ബാത്റൂമും ഫിനിഷ് ചെയ്യണം. 4 ബാത്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ബാത്റൂമും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4 ബാത്റൂമും 4 രീതിയിലാണ് നമ്മൾ ടൈൽസ് ഒട്ടിച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ എല്ലാ ഐറ്റംസ്, ക്ലോസറ്റ്, വാഷ് ബേസിന്, ടവൽ റാഡ്, ടവൽ റിങ്, എല്ലാ ഐറ്റംസും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ പരിപാടികളായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് പൈപ്പ് കട്ട് ചെയ്ത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ക്ലോസറ്റാണ്. അതിനകത്ത് ഇത്രയും വലിയ ഒരു കപ്ലിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് എളുപ്പമാണ് ഈ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞാൽ, കാരണം ഇതിനകത്ത് ലീക്കേജ് ഒന്നും വരത്തില്ല. പിന്നെ ക്ലോസറ്റ് ഒരുപാട് പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. 1 പീസ് ക്ലോസറ്റിൽ അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നിയൊരു ക്ലോസറ്റാണ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്ലോസറ്റ്. നല്ല ഫിറ്റിങ്സ് എളുപ്പമാണ്, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കപ്ലിംഗ് ഒക്കെ സൂപ്പറാണ്. ക്ലോസറ്റ് എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സെപ്പറേറ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. എളുപ്പമാണ് പരിപാടി അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ വരുന്നുണ്ട്. വാഷ് ബേസൺ നല്ലൊരു ടൈപ്പാണ് വന്ന് മേടിച്ചേക്കുന്നത്. അതും ജാഗ്വാറിൻ്റെ ഐറ്റംസാണ് അവർ മേടിച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ല ഫിറ്റിങ്സാണ്. പിന്നെ ഓരോ ഫിറ്റിങ്സും ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി വേണമല്ലോ ചെയ്യേണ്ടത്. ടവൽ റാഡും ടവൽ റിങ്ങും ഫിറ്റ് ചെയ്യുമ്പോഴാണ് ടൈൽസ് പൊട്ടുന്ന ഒരു വിഷയം വരുന്നത്. അതിന് ഞങ്ങൾ മാസ്കിൻ ടേപ്പ് മാക്സിമം അടിച്ചിട്ട് കറക്റ്റ് ലെവൽ നോക്കിയിട്ട് ഡ്രില്ല് ചെയ്യും. സാധാ ബിറ്റിട്ട് തന്നെയാണ് നമ്മളിവിടെ അടിക്കുന്നത്. വിഷയമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം അടുത്തടുത്ത് അടിച്ചിട്ട് മാസ്കിൻ ടേപ്പ് കൃത്യമായിട്ട്, അതായത് നല്ലൊരു മാസ്കിൻ ടേപ്പ് ഉണ്ടെങ്കിൽ, നല്ലതുപോലെ മാസ്കിൻ ടേപ്പ് അടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല, ടൈൽസ് പൊട്ടുന്നില്ല. നമുക്കിതുവരെ പൊട്ടിയിട്ടില്ല. ഒരുപാട് ബാത്റൂമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവിടെയെങ്കിലും ഈ വിഷയം ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഈ സോപ്പ് ഡിഷൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. സോപ്പ് ഡിഷ് മാത്രമല്ല, എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. അങ്ങനെ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, മാക്സിമം മാസ്കിൻ ടേപ്പ് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവലിലുള്ള ബാത്റൂം. ഈ വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫിനിഷിംഗ് ലെവലിലാണ് നമ്മൾ ഓരോ ഭാഗവും കാണുന്നത്. ലൈറ്റുകളൊക്കെ കത്തിച്ച് നമ്മൾ ഇപ്പം അടുത്ത ദിവസം ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സജ്ജീകരണവും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. നല്ല സെറ്റപ്പ് ഒരു വീടാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.